ഖലീഫ പൃഥ്വിരാജ് ലാലേട്ടൻ പടം അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. ഇതില് ലാലേട്ടന്റെ ഒരു സൂപ്പർ ക്യാമിയോ ഉണ്ട് എന്ന് ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. നീ അത് എടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് തലവെട്ടാൻ വരണ്ട. ആ ഒരു സൂപ്പർ ക്യാമിയോ കാണാനാണ് രാവിലെ ഉറക്കപ്പായെന്ന് എണീറ്റ് പോയത്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം മനസ്സിൽ വെക്കുക. ദിസ് ഇസ് നോട്ട് എ ലോകേഷ് കനകരാജ് ഫിലിം, ദിസ് ഇസ് എ വൈശാഖ് ഫിലിം. പൃഥ്വിരാജ് സുകുമാരൻ ഇൻ വൈശാഖ് ഫിലിം. അത് മനസ്സിൽ വെച്ചിട്ട് ഈ പടം കാണാൻ പാടുള്ളൂ. ഇത് ഒരു വൈശാഖ് പടമല്ല, ഒരു പൃഥ്വിരാജ് സുകുമാരൻ പടമല്ല, ആ ജെയ്ക്സ് ബിജോയ് പടം അങ്ങനെ പറയണം. ഇതൊരു ജെയ്ക്സ് ബിജോയ് പടമാണ്. അന്യായ സ്കോറിംഗ് പറഞ്ഞ അന്യായ സ്കോറിംഗ്. പല സമയത്തും ഈ സിനിമ പാതാളത്തിലോട്ട് വീഴും എന്ന് തോന്നിയെങ്കിലും ആ സമയത്ത് തിരിച്ചു കയറ്റി വിട്ടത് ജെയ്ക്സ് ബിജോയ്. അന്യായ പണ്ണൽ. എനിക്ക് ഈ സിനിമ പലപ്പോഴും കണ്ടപ്പോ തോന്നിയത് ജെയ്ക്സ് ബിജോയ് 2026-27 കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. വൈശാഖ് 2015-ലും ഇതിന്റെ കഥ എഴുതിയ ആള് 2005-ലുമാണ്. അതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഇത് അപരാധമാണ്, മോശം പടമാണെന്നൊന്നല്ല. ദിസ് ഇസ് ആൻ ആവറേജ് ഫിലിം, ജസ്റ്റ് ആൻ ആവറേജ് ഫിലിം. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് ഫാക്ടർ ഇതിന്റെ ഫൈറ്റ് സീക്വൻസും അതേപോലെ തന്നെ ജെയ്ക്സ് ബിജോയ് പണ്ണൽ ആൻഡ് ദ സൂപ്പർ ക്യാമിയോ. ഹോൾ തിയേറ്റർ എറപ്റ്റഡ്. കുലുങ്ങി, ഹോൾ തിയേറ്റർ കുലുങ്ങി. കിട്ടുമായിരുന്നു അത്. അങ്ങനെ കൊടുത്ത ലുക്ക് വരെ അടിപൊളിയായിരുന്നു. ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈ മൊമെന്റ് അവിടെയാണ് കിട്ടും. 4-5 ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇതില്, അടിപൊളിയാണ്. ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളിയാണ്. എസ്പെഷ്യലി എടുത്തു പറയുന്നുണ്ട് പൃഥ്വിരാജിന്റെ വീട്ടിൽ വെച്ച് ഗാഡ്സിന്റെ ഒരു ഫൈറ്റ് ഉണ്ട്. അയ്യോ, അത് ഗംഭീര സാധനം. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരു ഫൈറ്റ് നൈസായിരുന്നു. ഇത്രയും സീരിയസ് നോട്ടിൽ തുടങ്ങിയ പടം ഫ്ലാഷ് ബാക്ക് പോർഷനിൽ പോകുമ്പോ ക്രിഞ്ച് ഒലിപ്പിക്കുന്ന സീൻസ്, ക്രിഞ്ച് മെഴുകണ സീൻസ്. പൃഥ്വിരാജ് മറ്റേത് നായിക മാളവിക ശർമ്മയാണ്. ആ കൊച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സീൻ ഉണ്ട്. ആരാണാവോ, ഏത് മഹാനാണ് ഇതിന്റെ ഡയലോഗ് എഴുതിയത്? ക്രിഞ്ചൊലിക്കാണ്, കർമ്മെന്നാണ് എനിക്ക് ആ സമയത്ത് പറയാൻ തോന്നിയത്. അത്രയും സീരിയസ് ആയിട്ട് തുടങ്ങിയ സിനിമ പിന്നെ ഒലിപ്പിക്കലും വലിപ്പിക്കലും അനാവശ്യ മെലോ ഡ്രാമ കുത്തിക്കേറ്റലും. ആ സമയത്ത് പോലും ഈ പടം കയ്യിൽ നിന്ന് പോവാതെ ഈ സിനിമയെ രക്ഷിച്ച ദ സേവിയർ, ദ സാത്താൻ സേവിയർ ജെയ്ക്സ് ബിജോയ്. അമീർ അലിക്ക് കൊടുക്കുന്ന ബിൽഡപ്പ്, ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ഓരോ തവണ പറയുമ്പോൾ കൊടുക്കുന്ന ബിൽഡപ്പ്, അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ നൈസ് ആയിരുന്നു. പൃഥ്വിരാജിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഒന്നല്ല അമീർ അലി. ആൾക്ക് അത്ര വൻ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. സ്റ്റിൽ വൻ ഓറ